ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ ഉത്കൃതനം 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇൻ്റഗ്രേഷൻ ഡേ 2. ഇത് 2016-17 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും 1ാമത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2ാം ദിവസത്തിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്ക്ഷീറ്റ് നമ്പർ 7 മുതലാണ് തുടങ്ങുന്നത്. വെള്ളം വെള്ളം സർവത്ര. ചിത്രം നോക്കി ജലം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ എഴുതൂ. ഒന്നാമത്തേത് സന്ദർഭം എന്താണ്? ഒരാൾ വാഹനം കഴുകുകയാണല്ലോ, പക്ഷെ അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം പാഴായി പോകുന്നുണ്ട്. അതിന് ചുറ്റും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി 2ാമത്തെ ചിത്രമാണെങ്കിലോ ഒരു പൊതു ടാപ്പാണ്, അത് വെറുതെ തുറന്നിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ സന്ദർഭങ്ങൾ എഴുതാം? 1 വാഹനങ്ങൾ കഴുകുന്നതിന്, 2 പൊതു ടാപ്പുകളിൽ നിന്ന്. ഓക്കെ, ഇനി ജലം പാഴായി പോകുന്ന മറ്റ് 3 സന്ദർഭങ്ങൾ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എഴുതാം നമുക്ക്? ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ടാങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ മോട്ടറൊക്കെ ഓൺ ചെയ്യും, പക്ഷേ അത് ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നു പോകും. അങ്ങനെ വെള്ളം നിറഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് കാണാം. അതും വെള്ളം പാഴായി പോകുന്ന ഒരു അവസരമാണ്. ഇനി കന്നുകാലികളെ കുളിപ്പിക്കുന്നത്. കന്നുകാലികളെ പൈപ്പും പിടിച്ചുകൊണ്ട് കുളിപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുളങ്ങളിലും മറ്റുമൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുമ്പോഴും അവിടെയുള്ള വെള്ളങ്ങളും നാശാവുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ടാപ്പുകൾ വെറുതെ തുറന്നിടൽ. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി എണീറ്റ് എന്താ ചെയ്യുക? ടാപ്പ് തുറക്കും, നമ്മൾ ബ്രഷ് ചെയ്യും, വെള്ളം ഇങ്ങനെ ടാപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതും വെള്ളം പാഴായി പോകുന്ന ഒരവസരമാണ്. അപ്പോൾ കൂട്ടുകാർ ഇത്തരം അവസരങ്ങളെല്ലാം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടുകളിലും അമ്മമാരോടും മറ്റുമൊക്കെ പറഞ്ഞ് ടാങ്ക് നിറയുന്നതും മറ്റുമൊക്കെ നോക്കി അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം വർക്ക്ഷീറ്റ് നമ്പർ 8 ആണ്. ജലം അമൂല്യമാണ്. ആവണി, മിനിമോള്, കിരൺ എന്നിവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് നോക്കൂ. ഇവിടെ കിരണി, മിനിമോള്, ആവണി 3 പേരും തന്നിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ചെലവഴിച്ച വീട്ടാവശ്യത്തിന്, പച്ചക്കറി നനയ്ക്കാൻ, കന്നുകാലികളെ കുളിപ്പിക്കാൻ, ഈ 3 ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ച വെള്ളമാണ് തന്നിട്ടുള്ളത്. ആരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്? ഉത്തരം ക്രിയസഹിതം എഴുതൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് കിരണിന്റെ വീട്ടിൽ നോക്കാം. 46 ബക്കറ്റ് എന്തിനാണ്? വീട്ടാവശ്യത്തിന്. അതിൻ്റെ കൂടെ 14 ബക്കറ്റ് പച്ചക്കറി നനക്കാനും 30 ബക്കറ്റ് കന്നുകാലികളെ കുളിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 46 + 14 + 30. എത്ര ഉത്തരം കിട്ടും? 90. ഇനി മിനിമോളുടെ വീട്ടിലാണെങ്കിലോ 34 ബക്കറ്റ് വീട്ടാവശ്യത്തിന്, 16 ബക്കറ്റ് പച്ചക്കറി നനക്കാൻ, കന്നുകാലികളെ കുളിപ്പിക്കാൻ 26 ബക്കറ്റ്. അപ്പോൾ ടോട്ടൽ 76 ബക്കറ്റ് ചിലവാകും. ഇനി ആവണയുടെ വീട്ടിൽ 32 ബക്കറ്റ് വീട്ടാവശ്യത്തിന്, 14 ബക്കറ്റ് പച്ചക്കറി നനക്കാൻ, 13 ബക്കറ്റ് കന്നുകാലികളെ കുളിപ്പിക്കാൻ. അപ്പോൾ 59 ബക്കറ്റാവും. കിരണിൻ്റെ വീട്ടിൽ മൊത്തം 90 ബക്കറ്റും, മിനിമോളുടെ വീട്ടിൽ 76 ബക്കറ്റും, ആവണയുടെ വീട്ടിൽ 59 ബക്കറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ആരുടെ വീട്ടിലാണ്? കിരണിൻ്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്നും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് വർക്ക്ഷീറ്റ് നമ്പർ 9 ആണ്. ജലസംരക്ഷണം. ജലം അമൂല്യമാണ്, ഒരു തുള്ളി പോലും പാഴാക്കരുത്. കൂടുതൽ പോസ്റ്റർ വാക്യങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതാം? വെള്ളം നമ്മുടെ സമ്പത്ത് അല്ലെ, വെള്ളം നമ്മുടെ സമ്പത്താണ്. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം. ഒരു തുള്ളി പല തുള്ളി. ഒരു തുള്ളി നമ്മളിപ്പോൾ ടാപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളിയല്ലേ പോകുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു തുള്ളി ആകുമ്പോൾ അത് പല തുള്ളിയായിട്ട് പെരുവെള്ളമായിട്ട് മാറും, ഒരുപാട് വെള്ളമായിട്ട് മാറും. ജലമില്ലെങ്കിൽ നാം ഇല്ല. ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ജീവിക്കാൻ പറ്റില്ല. വെള്ളം ദൈവത്തിൻ്റെ വരദാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും കൂട്ടുകാരെ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി വർക്ക്ഷീറ്റ് നമ്പർ 10 ആണ് നോക്കാനുള്ളത്. കളിപ്പാട്ടക്കടയിലേക്കാണ്. കളിപ്പാട്ടക്കടയിലേക്ക് വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് കളിപ്പാട്ടം? പമ്പരം. വില 5 രൂപയാണ്. 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആകെ വില നമ്മൾ കാണണം. അതിൻ്റെ ക്രിയാരൂപവും എഴുതണം. എങ്ങനെയാണ്? സിമ്പിളാണല്ലേ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഗണിതം മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ്, ഗുണനം പഠിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം? 5 × 4 20. PP 10 എണ്ണം വാങ്ങിച്ചു, 3 എണ്ണം വാങ്ങിച്ചു, 10 രൂപയാണ് വില. അപ്പോൾ 10 × 3 എത്രയാണ്? 30. ബലൂണ് 2 രൂപയാണ്. 6 എണ്ണം വാങ്ങിച്ചു, 2 × 6 12. അപ്പോൾ ഇവിടെ ആകെ വില എന്നുള്ളിടത്ത് നമ്മൾ വീണ്ടും എഴുതണം 20, 30, 12. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഏണിയും പാമ്പും കളിക്കാനുള്ള 4 ബോർഡ് കൂടി വാങ്ങണം. ഒരെണ്ണത്തിന് 10 രൂപയാണ്. ആകെ എത്ര രൂപയാകും? നമ്മൾ എഴുതേണ്ടത് ഒരു ബോർഡിന്റെ വില എന്ന് പറയുന്നത് 10. ആകെ ബോർഡുകളുടെ എണ്ണം 4. ആകെ വില 10 × 4 40. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലേ. ഇനി അവസാനത്തേത് വർക്ക്ഷീറ്റ് നമ്പർ 11 ആണ്. ഒളിഞ്ഞിരിക്കുന്നത് ആര്? കടങ്കഥകൾക്ക് ഉത്തരം എഴുതൂ. അടിതളിക, നടുവടി മീതെ മേൽക്കുട. എന്താണ് അടിതളിക? അടി എന്ന് പറയുന്നത് തളിക പോലെയാണ്. ഇങ്ങനെ തളിക നമ്മൾ കണ്ടിട്ടുള്ള അല്ലേ. നടുവടി പിന്നെ നടുവിൽ വടിയാണ്, പിന്നെ മേലെ ഒരു കുട പോലെയാണ്. എന്താണ്? ചേനയാണ്. ചേനയുടെ അടിയിൽ ചേന എന്ന് പറയുന്നത് തളിക പോലെയാണ്, പിന്നെ ഒരു വടി പോലെയാണ് അതിൻ്റെ തണ്ട്, പിന്നെ അതിൻ്റെ ഇല ഒരു കുട പോലെയാണ്.
ഇനി മുള്ളുണ്ട് മുരിക്കല്ല, മുള്ളുണ്ട് പക്ഷെ അത് മുരിക്കല്ല, മുരിക്കെന്ന് പറഞ്ഞാൽ വളരെ മുള്ളുള്ള ഒരു മരമാണ്. ഇനി വാലുണ്ട് പക്ഷെ വാനരനല്ല. കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണ്? പാവക്ക അഥവാ കയ്പക്കയാണ്. ഇനി ആനക്കും നിലയില്ല പാപ്പാനും നിലയില്ല അമ്പാടിക്കുട്ടന് അരയോളം വെള്ളം. ആരാണ്? തവള. വെരി ഗുഡ്. കടങ്കഥകളുടെ ഉത്തരം വരുന്ന കോളങ്ങൾ ഷെയ്ഡ് ചെയ്യൂ, ഒളിഞ്ഞിരിക്കുന്ന ചിത്രം കണ്ടെത്തൂ. ഇവിടെ തവള, പാവക്ക, ചേന ഇതിന് നിറം കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഒരു സാധനം കിട്ടും. എന്താണ്? കുടയാണ്. ഇനി ഒളിഞ്ഞിരിക്കുന്ന ചിത്രം ഉത്തരമായി വരുന്ന കടങ്കഥ നിർമ്മിക്കൂ. അപ്പോൾ കുട എന്നത് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ കൂട്ടുകാരൻ നിർമ്മിച്ചു നോക്കണം. ഓക്കെ, എത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.